ഓണവിപണി ലക്ഷ്യമിട്ട് കോഴിക്കോട് കൊയിലാണ്ടി പുളിയഞ്ചേരിയിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പൂക്കൾ വാട്ടരോഗം ബാധിച്ച് നശിച്ചു. വിളവെടുപ്പിന് ഭാഗമായ 400ഓളം ചെടികൾ വാടിക്കരിഞ്ഞതോടെ വൻ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. കൂടുതൽ ചെടികളിലേക്ക് രോഗം ബാധിക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് 9 പേരടങ്ങുന്ന ഈ കാർഷിക കൂട്ടായ്മ. കൊയിലാണ്ടി നഗരസഭയുടെയും കൃഷിഭവന്റെയും സഹായത്തോടെയാണ് 9 പേർ ചേർന്ന കാർഷിക കൂട്ടായ്മ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത വിളവിൽ നിന്നും കിട്ടിയ ഊർജ്ജമാണ് ഈ വർഷവും ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയോടെ ചെടികൾക്ക് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം ബാധിക്കുകയും കൃഷി നശിക്കുകയും ചെയ്തു. ഒരുപാട് കൃഷി നാശം വന്നു. ബാക്ടീരിയ വൈറ്റ് എന്ന രോഗമാണ് എന്ന് പറഞ്ഞ് കൃഷി ഓഫീസർ പറഞ്ഞു. കൊയിലാണ്ടി കൃഷി ഓഫീസർ ഞങ്ങൾക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ട് മരുന്നുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ മരുന്നുകളൊക്കെ ഞങ്ങൾ അടിക്കുകയും പക്ഷെ ഒരു ഫലവും ഇന്നുവരെ കണ്ടെത്തുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ദിവസേന ഇങ്ങനെ ചെടികൾ പെയ്തു മാറ്റാൻ ഞങ്ങൾ 400ഓളം ചെടികൾക്കാണ് രോഗം ബാധിച്ചത്. ഇതോടെ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. കർഷകർ ചേർന്ന് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ ആവശ്യമായ പ്രതിരോധ മാർഗങ്ങളും നിർദ്ദേശിച്ചു. രോഗത്തെ തുടർന്ന് നശിച്ച ചെടികളും പിഴുതുമാറ്റി. ഞങ്ങള് ഇത് തന്നെ തുടങ്ങി ചെയ്തത്. അപ്പോ ഞങ്ങൾക്ക് വിചാരിച്ചതിനോട്ട് ചെയ്യാനും എല്ലാം കഴിഞ്ഞ. പക്ഷേ എന്താ ചെടിക്കെല്ലാം വാട്ടോ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഭയങ്കര വിഷമം. ചെടികളൊക്കെ ഇങ്ങനെ അത്രയും പിഴുതെറിഞ്ഞുമ്പോഴുള്ള ആ വിഷമമില്ലേ, അതൊന്നും അങ്ങനെ പോയി ബാക്കിയൊക്കെ. ഞങ്ങളൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാല് നല്ലൊരു കൂട്ടായ്മ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യവും നല്ല വൻ വിജയത്തോടാകാനും കാരണം അത് തന്നെയാണ്. ഓണത്തിന് പൂക്കള മത്സരത്തിനായി കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഓർഡറുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കൃഷി നശിച്ചതോടെ പ്രതിസന്ധിയിലായെന്നും കർഷകർ പറയുന്നു. നഷ്ടമുണ്ടായാലും കൃഷിയിൽ നിന്നും പിന്നോട്ട് പോവില്ലെന്ന തീരുമാനത്തിലാണ് ഇവർ. നഗരസഭയിൽ നിന്നും സഹായവും കർഷകർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.